കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗിയെ അവഗണിച്ചെന്ന് പരാതി. പക്ഷാഘാതം വന്ന രോഗിയും കുടുംബവും പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ അവധിയിലാണെന്ന മറുപടിയാണ് ലഭിച്ചത്. പകരം OPയിലെ ഡോക്ടർ അവഹേളിച്ച് ഇറക്കിവിട്ടെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. കാവനാട് സ്വദേശി സിബിമോനും കുടുംബത്തിനുമാണ് ഈ ദുരനുഭവം ഉണ്ടായത്. കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. അങ്ങനെ അവിടെ ബിജി എസ് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു നമ്മൾ കയറിയത്. മെയിൻ ഡോക്ടർ തന്നെയാണ്. ചുറ്റിനും ഒരുപാട് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഡോക്ടറെ തന്നെ കണ്ടു കയറി. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പേഷ്യൻസ് ചെന്ന് പോയ ഒരു ജലദോഷമായിട്ട് ചെന്നാൽ പോലും നമ്മൾ ദൈവത്തെ പോലെയാണ് ഡോക്ടേഴ്സിനെ കാണേണ്ടുന്നത്. ആ ഡോക്ടർ നമ്മൾ പറയുന്ന ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റാണ് മുന്നിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ആ OP ടിക്കറ്റ് ഒന്ന് നോക്കാൻ പോലും ഡോക്ടർ കൂട്ടായില്ല. കാണിച്ച പേപ്പേഴ്സ് ഒന്ന് നോക്കാം. ഒന്ന് ഞാൻ കാല് പിടിച്ച് തൊഴുത് പറയുന്നതിന് തുല്യമായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ തൊഴുത് തന്നെ കാണണമെന്ന ദൈവത്തിന് തുല്യമായിട്ട്. പക്ഷേ അദ്ദേഹം അതൊന്ന് കാണാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ കൂട്ടാക്കിയില്ല. ഈ വാർത്തയുടെ വിവരങ്ങളുമായി മനോജാണ് ചേരുന്നത്. മനോജ്, ഈ അടുത്തിടെ ഇത്തരത്തിൽ തന്നെ അവഗണിക്കപ്പെട്ട ഒരു യുവാവാണ് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ മരിച്ചു വീണത്, അതായത് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇപ്പോൾ സമാനമായ മറ്റൊരു കാര്യം കൂടി നടന്നിരിക്കുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അയാൾക്ക് നിലവിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ എന്താണ് ആ കുടുംബം പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും മോശമായൊരു രീതിയിൽ വീണ്ടും വീണ്ടും പെരുമാറാൻ ഈ ഡോക്ടർമാർക്ക് സാധിക്കുന്നത്? തികച്ചും സാധാരണക്കാരാണ് ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇത്തരത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ഈ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ ആശ്രയിക്കുന്നത് അവർ കൂടുതൽ പ്രതീക്ഷയോടുകൂടി, അതായത് നേരത്തെ ആ യുവതി പറയുന്നത് പോലെ തന്നെ ഡോക്ടർമാരെയൊക്കെ ദൈവതുല്യം കണ്ടുകൊണ്ടാണ് അവരൊക്കെ എത്തുന്നത്. എന്നാൽ ഈ കാവനാട് സ്വദേശിയായിട്ടുള്ള സിബിമോനും കുടുംബവും, അതായത് മെയ് മാസത്തിലാണ് ഈ സിബിമോന് ഇത്തരത്തിൽ സ്ട്രോക്ക് വരുന്നത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നൊക്കെ തന്നെ ICU വെന്റിലേറ്ററിൽ കിടത്തുകയും തുടർന്ന് ചികിത്സയൊക്കെ നൽകി വന്നിരുന്നു. അതിനുശേഷം എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ മാസം ചെക്കപ്പിനായി എത്തിയിരുന്നു. അന്ന് ഡോക്ടർ പരിശോധിച്ചു. ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ നൽകി വിട്ടയച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ അവസാനിച്ചു. അപ്പോൾ തീർച്ചയായും അവർ വീണ്ടും പറഞ്ഞിട്ടുള്ള അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് എത്തേണ്ടതാണ്. ചെക്കപ്പ് നടത്തിയ ശേഷം മരുന്നും വാങ്ങിയാണ് മടങ്ങേണ്ടത്. എന്തായാലും അവരിന്ന് അത് പ്രതീക്ഷിച്ച് എത്തിയതാണ്. എത്തിയപ്പോൾ ഇവിടെ ന്യൂറോ മെഡിസിൻ ഡോക്ടർ ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത്. കാരണം ഒരു മാസത്തേക്ക് ഡോക്ടർ അവധിയിൽ പോവുകയാണ്. അപ്പോൾ പകരം തങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും ഇല്ല. അതിനുശേഷമാണ് പറയുന്നത് ജനറൽ OPയിലേക്ക് പോയി അവിടെ പരിശോധന നടത്താൻ വേണ്ടി. അങ്ങനെ ഇവർ ജനറൽ OPയിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് കാര്യം പറയുകയും ചെയ്തു. പക്ഷേ തങ്ങൾക്ക് നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർ അവധിയിലായതിനാൽ തങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ അത്തരത്തിലൊരു അവഹേളനം അവിടെ നിന്ന് ഇവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കണ്ണീരോട് കൂടിയാണ് ആ കുടുംബം നമ്മളോട് പറഞ്ഞത്. അതായത് ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മറുപടി ഇതാണ്. എന്തായാലും ഒരു ഡോക്ടർ ഇല്ല എങ്കിൽ അതിന് പകരം ഒരു സംവിധാനം ഒരു ആശുപത്രിയിൽ വേണമെന്നുള്ളതാണ്. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും അതൊക്കെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ സ്ട്രോക്ക് വന്ന ഒരു രോഗി, അതായത് ഒരു ഭാഗം തളർന്നു പോയ ഒരു രോഗിയാണ് ആശുപത്രിയിൽ ചെക്കപ്പിനായി എത്തുന്നത്. പക്ഷേ അവരോട് പോലും ഇത്തരത്തിൽ അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് പരാതി. എന്തായാലും ആശുപത്രി സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ എത്തിയപ്പോൾ സൂപ്രണ്ട് മീറ്റിംഗിലാണ് എന്നാണ് മറുപടി ലഭിച്ചത്. എന്തായാലും അവർ പരാതി കൊടുത്ത ശേഷം എന്തെങ്കിലും ഒരു നടപടി ഇതിലുണ്ടാകണമെന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം തങ്ങൾക്ക് ഇനിയും ആശ്രയിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികളെയാണ്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവർ മറ്റ് ആശുപത്രികളിൽ തേടി പോയേനെ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ളവർക്കൊക്കെ ആശ്രയമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രിയാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒരു മാസം അവധിയിൽ പോയാൽ അതേ വിഭാഗത്തിൽ മറ്റൊരു ഡോക്ടർ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനു പകരമായി മറ്റൊരു ഡോക്ടറിന് അടുത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആ ഡോക്ടർ പോലും അവഗണിച്ചിറക്കി വിടുന്ന ഒരു അവസ്ഥയാണ്. ആ കുടുംബം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണുള്ളത്. അവർ പരാതിയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. സൂപ്രണ്ടിനും അതോടൊപ്പം അതിൻ്റെ അധികൃതർക്കും ഒക്കെ പരാതി നൽകിയാൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. കാരണം ഇത്തരം പരാതികൾ ഒരുപാട് ഈ ഡോക്ടർമാർക്കെതിരെയായാലും അല്ലെങ്കിൽ ആശുപത്രികളിലെ ഈ അനാസ്ഥയ്ക്കെതിരെയായാലും ഒരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ അവർ പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ചെവിയിലെങ്കിലും ഇക്കാര്യം എത്തണം. കാരണം തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ്. ഒരു ചികിത്സ എന്ന് പറയുന്നത് ഓരോ സാധാരണക്കാരൻ്റെയും അവകാശമാണ്. അതിനെ നിഷേധിച്ച് അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുന്നത് തീർത്തും അവരോട് കാണിക്കുന്ന ഒരു നീതികേട് തന്നെയാണ്. എന്തായാലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. മനോജ് സൂചിപ്പിച്ചതുപോലെ ചികിത്സ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. അത്
പണക്കാർക്ക് മാത്രം എന്നുള്ളതല്ലല്ലോ. അതുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം ഈ പറയുന്ന സർക്കാർ ആശുപത്രിയെ സമീപിക്കേണ്ടി വരുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ തീർത്തും ദുരനുഭവമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതും അത് ആവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും നിരാശകരമായ, ദൗർഭാഗ്യകരമായ കാര്യം.